ഈ പാട്ട് ശോഭയ്ക്ക് ഓർമ്മയുണ്ടോ? അത് പോട്ടെ, എന്നെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ മിണ്ടാത്തത്? ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചോ? ഇല്ല. പിന്നെ എന്തിനീ പ്രവൃത്തി ചെയ്തു? എന്തിനു വഞ്ചന കാണിച്ചു? ഇപ്പോൾ എനിക്കതിന് മറുപടിയില്ല. തെറ്റ് ചെയ്തവർക്ക് മറുപടി എങ്ങനെ കാണും? തെറ്റോ ശരിയൊന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ തന്നെ നീ തെളിയിച്ചു കഴിഞ്ഞു. പണത്തിന് വേണ്ടി നമ്മുടെ സ്നേഹം എത്ര നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇല്ല. പിന്നെ എന്തിനു വിവാഹം കഴിച്ചു? ഈ ബംഗ്ലാവിന് വേണ്ടി, ഈ ആഡംബരത്തിന് വേണ്ടി, നിന്റെ ഈ സുഖത്തിന് വേണ്ടി അല്ലേ? പറയൂ ശോഭേ, പറയൂ, എന്തിന്? ശോഭേ, നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭേ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ഇതാണ് എന്റെ ഭർത്താവ്. നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭേ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ശോഭേ, ശോഭേ, എന്തിനാ കരയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ കണ്ണുനീർ കാണാൻ എനിക്ക് ശക്തിയില്ല ശോഭേ. ലാബറട്ടറിയിൽ അരമണിക്കൂർ ലേറ്റായി പോയി. അവിടുന്ന് വാണമിട്ട മാതിരി ഓടി വന്നു. ഒരുത്തന്റെ മേലിടിച്ച് മറിഞ്ഞും വീണു. ഇതാ നോക്ക്. കള്ളത്തനമായിരുന്നു. ശോഭേ, രഘു ലൈറ്റ് ഇടൂ. ചെറിയൊരു ജോക്ക്. നിങ്ങളുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്ത് രഘുവിനെ വേദനിപ്പിച്ച പോരെ? ലൈഫ് എന്ന് പറഞ്ഞാൽ കരച്ചിലും ചിരിയും കളിതമാശ എല്ലാം വേണം. ഡാഡി, ലൈഫ് ഈസ് എ മിക്സ്ചർ. എന്തൊരു നിലവിളിയായിരുന്നു. ഞാൻ അന്തം വിട്ടുപോയി. രഘു, ശോഭയെ പ്രസവിച്ചപ്പോ അവൾ സാധാരണ കുട്ടികളെ പോലെ കരഞ്ഞില്ല, പൊട്ടിച്ചിരിക്കായിരുന്നു. പിന്നെ അന്നേരം ചിരിച്ചതേ ആശുപത്രിയിലെ നേഴ്സായിരുന്നു, നിങ്ങളുടെ പഴയ കൂട്ടുകാരി. ഓർഡർ ഓർഡർ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക ചുറ്റുപാടിൽ അച്ഛൻ നേഴ്സിനോട് മാത്രമല്ല ലേഡി ഡോക്ടറോടും ചേർന്ന് ചിരിക്കാൻ അവകാശമുണ്ട്. The court is adjourned. Now to the bar room. അയ്യോ മോളെ, വരവരെ ആയില്ല. മോളെ, നിന്റെ ഈ അളവ് ഗ്ലാസ് എന്താ ഓരോ ദിവസം ചെറുതായി വരുന്നത്? ഇത് ന്യായമല്ല. അളവ് കള്ളത്തിനും കാണിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. നീ പോയി പഠിക്കടാ. ഡാഡി, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഔൺസ്. 2 ഔൺസ് ഡാഡി കുടിച്ചു, ബാക്കി 2 ഔൺസ് ഇതിലൊഴിച്ചിരിക്കുന്നു. മോളെ, ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ദിവസം ഒരു കുപ്പി അടിക്കുന്നേ അറിയാമോ? അച്ഛാ, എപ്പോഴാച്ചാ ഞാനും അച്ഛനെ പോലെ പാന്റും കോട്ടും ഇടുന്നത്? മോൻ വലുതാവുമ്പോ. എപ്പോഴാച്ചാ ഞാൻ കോർട്ടിൽ പോകുന്നത്? നീ പഠിച്ച് ഡിഗ്രി ഒക്കെ വാങ്ങിയതിനു ശേഷം. എപ്പോഴാച്ചാ ഞാൻ ഈ പെഗ് കുടിക്കുന്നത്? മോളെ, ഒരു പെഗ് കൂടെ. നോ മോർ പെഗ്. അച്ഛനൊരു വലിയ കേസ് ജയിച്ചല്ലേ മോളെ, അതിന്റെ സമ്മാനമായിട്ടെങ്കിൽ.
തോറ്റാലും ജയിച്ചാലും നോ ചേഞ്ച് ഇൻ കോട്ട. എന്റെ പൊന്നുമോളല്ലേ. എന്റെ പൊന്ന് ഡാഡിയല്ലേ. കേസ് ചേച്ചിന് പ്രസന്റ് ആയെങ്കിലും ഒരവൺസോട് കൊടുക്കുമോളെ. ഞാൻ അച്ഛന് ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ ശുപാർശയും ഞാൻ ഈ കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ നാളത്തെ 2 പെഗ്ഗിന്ന് 1 പെഗ് ഇന്നതാ. നാളെ കുറച്ച് തന്നാ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രിങ്ക്സ്. കമാൻ കമാൻ, ചോറെണ്ണ. മീനാക്ഷി, നിന്റെ ഇന്നത്തെ പരിപാടി പൊട്ടി. പതുക്കെ പറ. ചേച്ചി ചേച്ചി ചേച്ചി, എന്താടാ? എന്റെ കണ്ണ് നീറുന്നു, മക്കൾ കാണുന്നില്ല. ആ നീറട്ടെ ചേച്ചി. അങ്ങനെ തന്നെ വേണം. പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചോടാ. കണ്ണ് നീറുന്നു ചേച്ചി. ആ ഇരിക്കും. എടാ, പരീക്ഷയ്ക്കുള്ള പാഠമെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചോ? അത് പഠിച്ചോന്ന്. ബുദ്ധിയുള്ളത് പഠിക്കില്ലേ ചേച്ചി? പിന്നെ ഓടിച്ചു ഞാൻ. രഘു, രഘു, നാണമില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ഇടന്ന് ഉറങ്ങാൻ. കാപ്പി കുടിക്കാമോ? ഇതാ. ശോഭ കുടിക്ക. രഘു കുടിക്ക. എന്താണ് അവിടെ ശബ്ദം? അമ്മ, കാപ്പി കയ്യിൽ നിന്ന് വീണതാമേ. നീ എന്തിനാണ് കാപ്പി എഴുന്നള്ളിച്ചുകൊണ്ട് കൊടുക്കുന്നത്? ഇവിടെ വന്ന് കുടിച്ചുകൂടെ? സാരമില്ല, അങ്ങോട്ട് ചെല്ലേ പോ. പിന്നെ വനെ. ഡാഡി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. മന്ത്രിസഭ പൊളിയുന്നു, ഭരണമുന്നണിയിൽ അങ്കലാപ്പ് എന്ന് വെച്ചാൽ കാലുമാറ്റത്തിന് വില കൂടുന്നു എന്നർത്ഥം. മന്ത്രിസഭ വന്നന്ന് മുതൽ ദാ പൊളിയുന്നു പൊളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന് രാഷ്ട്രീയം ചാലക്കമ്പോളം പോലെയായി. വില കൊടുത്താൽ എന്തും വാങ്ങിക്കാം. ഒരൊറ്റ ദിവസം ഈ മന്ത്രിസഭ എന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? എല്ലാം ശരിപ്പെടുത്തി കൈ കൊടുക്കാം. അതല്ലേ മോളെ അവര് എന്നെ നിന്നെ ഏൽപ്പിക്കാത്തത്. വേണമെങ്കിൽ നിന്റെ അമ്മയെ ഏൽപ്പിക്കും. അമ്മ ഉള്ളത് കൊണ്ടാ ഈ നാട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം പിന്നെ മതി ഡാഡി. വേഗം കാപ്പി കുടിച്ചിട്ട് കോർട്ടിൽ പോകാൻ നോക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. ഇത് ചീര, കോസ്, പിന്നെ ഇത് ഡാഡിക്ക് പാവയ്ക്ക. ഈ പടവലെങ്കിൽ അമ്മയ്ക്ക് അലർജി അല്ലേ? വഴുതണങ്ങിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇങ്ങതാ, ഈ പെണ്ണ് വായിക്ക് രുചിയായിട്ട് ആരും ഒന്നും തിന്നാൻ വിടത്തില്ല. നനപ്പൊരുത്തം വരുമ്പോഴേ ഈ പഠിച്ചോളൂ. ആര് വന്നാലും ഞാൻ വരച്ച വരെ നിർത്തും. അതിന് ആണുങ്ങളെ കിട്ടത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഡാഡിയെ കിട്ടിയതോ? മീനാക്ഷി, മീനാക്ഷി, എന്താ ഡാഡി? എന്റെ കോട്ട് കാണുന്നില്ല മോളെ. ദാ ഈ കിടക്കുന്നത് പിന്നെന്താ? താങ്ക് യു. ഡാഡി, എനിക്കൊരു വലിയ സംശയം. ഇത്രയും മറവിയുള്ള ഡാഡി എങ്ങനെയാ ഈ കേസ് ബാധിച്ച് ജയിക്കുന്നത്? അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ നിലയിൽ കഴിയണോ മോളെ? ഒരു നല്ല ബംഗ്ലാവുണ്ടോ, ഒരു കാറുണ്ടോ, എന്തോ കുന്തോ ഉണ്ട്. ഏതായാലും അവസാനം പറഞ്ഞതില്ല. ഉള്ളത് കൊണ്ട് സന്തോഷമായി കഴിയണം. അതുകൊണ്ടാണ് അമ്മേ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത്. Here, here. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഉത്തരവ്.
രഘു വരാൻ പോണ്ടേ, സമയമായി. ശ്ശോ, വരാൻ. നീ എന്താടി കഥകളി മുദ്ര കാണിക്കുന്നത്? കോളേജിൽ പോകുന്ന അങ്ങോട്ടാണോ? അതല്ലേ അമ്മ ഇറങ്ങി പോകുന്നത്. നിങ്ങൾ കോർട്ടിൽ പോകുന്നോ അതോ മാർക്കറ്റിൽ പോകുന്നോ? നീ എന്താ മീനാക്ഷി അഡ്വക്കേറ്റ് വിശ്വനാഥനെ അങ്ങനെ അങ്ങ് വച്ചുകളഞ്ഞത്? ഈ കേസ് കെട്ടെടുത്തോ? ഓ, നിന്റെ മുഖം കണ്ടപ്പം വേണ്ടത് വേണ്ടാത്തല്ല ഞാനങ്ങ് മറന്നുപോയി. ഡാഡി ഒരു ജൂനിയറിനെ വെക്കണം. ഞാൻ ആ പാവം അഡ്വക്കേറ്റ് കമലമേരിക്ക് വെച്ചതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. വല്ല ആണുങ്ങളെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചാൽ എന്താ? ഒരു പെണ്ണായാൽ സിൻസിയറായി ജോലി ചെയ്യും. കാര്യങ്ങളൊക്കെ ചിട്ടയായി നടക്കും, അല്ലേ മോളെ? അതെ, ഡാഡിക്ക് ഒരു ഇൻസ്പിറേഷനും കിട്ടും, കക്ഷികൾ കൂടുതൽ വരികയും ചെയ്യും. കറക്റ്റ്, വെരി കറക്റ്റ്. മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? 10-20 കൊല്ലമായിട്ട് ഞാൻ കാണുന്നല്ലേ വക്കീൽ സാറിന് ഇൻസ്പിറേഷൻ. തൽക്കാലം ഉള്ളത് മതി. സമയമായി, പോയാട്ടെ. വാ മോളെ, നമുക്ക് പോവാം.